ഹലോ ഹായ്, എല്ലാവർക്കും വാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഹോമിയോയിൽ വന്ന്, ചെറിയ ആൾക്ക് നല്ല പനി, അപ്പോൾ അവളെ ഒന്ന് ഹോമിയോ കാണിക്കാമെന്ന് പറഞ്ഞ് ഹോമിയോ വന്ന് അപ്പോൾ കാണിച്ചു. ഞങ്ങളിനി മടങ്ങി പോവുകയാണേ. നല്ല വെയിലുണ്ട്, അപ്പോൾ ഞങ്ങൾ കുടയ്ക്കാത്ത പോകുന്നത്. നമുക്ക് ഹോമിയോയിലോട്ട് വരാൻ എളുപ്പമാണ് കേട്ടോ. കാരണം എന്ന് ചോദിച്ചാൽ ഇതുവഴി ഒരു ചെറിയ ഇടവഴിയുണ്ട്. ഇടവഴിയെ കൂടെ ഇറങ്ങി മെയിൻ റോഡിലെത്താം. മെയിൻ റോഡിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് വീട്ടിലെത്താം കേട്ടോ. അപ്പോൾ അത്ര ഉള്ളടാ, നടന്ന് പയ്യ അത്ര നടക്കാനൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ദൂരം നടന്നാൽ മതി. നമുക്ക് റോഡിൽ കൂടെ വേണേൽ വണ്ടിക്ക് വരാം. പക്ഷേ ഇപ്പം ഇവിടെ കൂടുതൽ ആക്സിഡൻ്റ് ആയതുകൊണ്ട് മെയിനായിട്ട് NH-ൻ്റെ നമ്മുടെ അവിടെ നിന്ന് സെൻറ്ററിൽ തന്നെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ യു ടേൺ എടുക്കുന്നത്. ഇപ്പം പക്ഷേ അതില്ല കേട്ടോ. അപ്പം അതൊക്കെ നിർത്തി. യു ടേൺ എടുക്കുന്നത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരണത്തിന് ശേഷം വളരെ വേഗം തന്നെ ഇവിടെ റോഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാം, വീട്ടിലോട്ട് പോവാം. നമുക്ക് വേഗമാണ് ഹോമിയോയിൽ വരാനും പോകാനും. ഓക്കെ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ മരുന്നൊക്കെയാണ്. അതിപ്പോൾ എടുക്കാനും പറയണമല്ലോ. ഇത് ഒരു ചെറിയ ബോട്ടിനകത്ത് മുട്ടായി ഗുളിക എന്ന് പറഞ്ഞ് കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. ഇതല്ലാണ്ട് വേറെ ഒരു ടാബ്ലറ്റ് പോലത്തത്, പിന്നെ ഒരു ചെറിയ പൊടിയുണ്ട്, അത് എടുക്കുന്നത്. ഈ പൊടി ഇത് രാത്രി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇവർക്ക് കിട്ടിയത്. ഇവർ ഹോമിയോയിലെ മരുന്നൊക്കെ കഴിക്കും കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് മരുന്നും കഴിക്കും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ പോയപ്പോൾ രാവിലെ അമൃതം പൊടി വെച്ച് ചെറിയ ബോൾ പോലെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്താണ്, നമ്മൾ തേങ്ങാപ്പീരയും വേണമെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി, ആവശ്യമില്ല. മധുരം ഉണ്ട് കേട്ടോ, വേണമെന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ റോഡിലോട്ട് വന്നപ്പോൾ നമുക്ക് നിറയെ ആട്ടിൻകൂട്ടം. ഇത് ചെമ്മരിയാട് സൈസാണ്. അതിൻ്റെയൊക്കെ രോമം എടുക്കുന്നതാണ്. രോമമൊക്കെ എടുത്തിട്ട് തന്നെ വിട്ടേക്കാണ്. ഇത് ഈ വേനൽക്കാലം ആകുമ്പോൾ ഈ കൊയ്ത്ത് കഴിയുന്ന സമയം അവരിങ്ങനെ മേയാനായിട്ട് വിടും. അത് 2-3 വലിയൊരു ഏരിയ നിറയെ ഉണ്ട് കേട്ടോ. പാടത്തൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ കുട്ടിയെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നേ. അവർ പോയപ്പോൾ അവൾ കരഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മേമൻ്റെ വീട്ടിലോട്ട് വന്നേ. മേമൻ്റെ പശു പ്രസവിച്ചു, അതിൻ്റെ കുട്ടിയാണ്. അതുണ്ടായപ്പോൾ മുതൽ ഇവിടെ ഒരാൾ അതിനെ കളിപ്പിക്കാൻ പോകും, പിടിക്കും, വലിക്കും, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലോട്ട് പോകാൻ വിളിച്ച് അവൾ വരികയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനടുത്ത് പോയിരിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിലും കഴിക്കാൻ കുടിക്കും ഒന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്നോളും. അത് മണ്ടാണ്ട് കിടക്കും ചെയ്യും. അപ്പോഴത്തേന് ഉച്ചയായേ. ഞാനാണെങ്കിൽ ഒരു ചൂടൊക്കെ അല്ലേ, ചോറ് കഴിക്കാൻ തോന്നിയില്ല. ചെറിയൊരു സ്മൂത്തി ഉണ്ടാക്കാൻ വിചാരിച്ചേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പഴം മുറിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് കുതിർക്കാൻ ഓട്സ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും ഇട്ട് കൊടുത്തേ. പിന്നെ 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഈ ഓട്സിൻ്റെ വെള്ളം ഊറ്റിക്കളയാൻ അപ്പോൾ ഓർത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഒഴിച്ചു പോയി. കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പുളിപ്പില്ലാത്ത തൈരാണ് ഒഴിക്കുന്നത്. യോഗട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ചു. പിന്നെ ഒരല്പം പാലൊഴിച്ചു. ഇതിൻ്റെ അളവൊന്നുമില്ല കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിക്കുകയെന്നെ. പാൽ ഒഴിച്ചേ. ഇനി നമുക്കിതെല്ലാം ഒന്ന് അടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ബൂസ്റ്റും കൂടി ഇടാം, ചെറിയൊരു മണമൊക്കെ വരട്ടല്ലേ. അപ്പോൾ ഇച്ചിരി ബൂസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തു. നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓട്സിലെ വെള്ളം ഊറ്റിക്കളയാണ്ട് അത് ഫുള്ള് ഒഴിച്ചത് കൊണ്ട് നമ്മുടെ സ്മൂത്തിക്ക് ഇത്തിരി ലൂസ് മാതിരി ഉണ്ട് കേട്ടോ. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ വെള്ളം ഊറ്റിക്കളയണം. എന്ത് ചെയ്യാനാണ്, ഞാൻ ഓർത്തില്ല, പെട്ടെന്നെല്ലാം കൂടി വാരിയിട്ടു. കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കുടിക്കാനല്ലേ, വേറെ ആർക്കും കൂടി, അച്ഛനും ഞാനും കുടിക്കും. അപ്പോൾ പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, അത് മുറിച്ച് 2-3 കഷ്ണം എൻ്റെ മണ്ടയിലിട്ടു. ഇതൊക്കെ എല്ലാം കൂടി ഇപ്പോൾ മിക്സായിട്ട് ഒരുവിധം ഏത് സ്മൂത്തി അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു നാടൻ സിമ്പിൾ സ്മൂത്തി അത്രേ പറയാൻ പറ്റൂ. കുടിച്ചു, സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ഇവാനിമോക്ക് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് വന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ.
ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇതിപ്പം ലിങ്ക് കൊടുക്കാൻ എനിക്കിപ്പോൾ എൻ്റെ കയ്യിലില്ല. പക്ഷെ നമുക്ക് മേടിക്കുമ്പോൾ ഇങ്ങനെ ഈ കവറിങ്ങിൽ ഈ ബബിൾസ് പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഓക്കെ, നമ്മുടെ സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇവാനിയും കൊണ്ട് ഞാൻ ആ കവർ പൊട്ടിച്ച എല്ലാം ഉണ്ടോ നോക്കി. അതിന് ശേഷം ഇവാനി വന്നപ്പോൾ കവറിലിട്ട് കൊടുത്തപ്പോൾ അവളെടുത്തിട്ട് അവിടെ റിയാക്ഷൻ കാണുകയാണ് ഞാൻ. നോക്കാം, അവളും എന്നെ പോലെ തന്നെ എൻ്റെ സ്വഭാവം ഉണ്ടെന്ന് നോക്കും. അവളും നോക്കാം, ആദ്യം ആ ബബിൾസാണ് പൊട്ടിക്കാൻ നിൽക്കുന്നത്. തുറക്കാൻ നോക്കിയിട്ടൊന്നും തുറക്കാൻ പറ്റണില്ലേ. ഇപ്പോൾ എങ്ങനെ തുറക്കും എന്തല്ലേ ഇവനി മോളെ. അപ്പോൾ തന്നെ നമ്മുടെ ചെറിയ ആളും വന്നു. അവളും വന്നതാ അവിടെ കൂടിട്ട് പിടിക്കണം. അങ്ങനെ രണ്ടുപേരുടെ മൽപ്പിടുത്തത്തിനൊടുവിൽ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായി തോന്നുന്നു. ആദ്യം അവളെ ഈ വാട്ടർ കളറിൻ്റെയാണ് എടുക്കുന്നത്. ഒരു വാട്ടർ കളറിൻ്റെയും പിന്നെ ലെറ്റേഴ്സിൻ്റെയുമാണ്. നമ്മൾ ലെറ്റർ ഇങ്ങനെ മണ്ടേ കൂടെ എഴുതാവുന്ന രീതിയിലുള്ള ഒരു ബുക്ക്, ഒരു 4 ബുക്കുണ്ട്. പിന്നെ വെള്ളം തൊട്ട് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പിക്ചർ തെളിഞ്ഞ് വരില്ല, അങ്ങനത്തെ ഒരു ബുക്ക്. അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ വൈകുന്നേരമായപ്പം ഞാനൊന്ന് കടയിൽ വരെയും പോയി. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടുത്തെ വെയിൽ നോക്ക്, വെയിൽ മാറിയിട്ടേ ഇല്ല. എനിക്കെല്ലാ വീഡിയോയിലും വെയിലിൻ്റെ കാര്യം പറയാനുള്ളൂ. ഒരു ഷാൾ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയി. അങ്ങനെ ഷാളൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്ന് കടയിൽ കയറിയേ. കടയിൽ കയറിയപ്പോൾ നല്ല പഴുത്ത മാങ്ങ ഇരിക്കുന്നതാണ് കേട്ടോ. കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. പിന്നെ വൈകിട്ട് ഞങ്ങളുടെ പുതുക്കുളങ്ങരക്കാവിൽ വേലയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊട്ട് നമ്മുടെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അതിനൊത്ത് താളം പിടിക്കാൻ ഇവാനിയും ഫ്രണ്ട്സും. ഓക്കെ, നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.